അപ്പോൾ ഏറ്റവും സ്നേഹമുള്ളവരെ, നമുക്കിന്ന് ഒരു മുരിങ്ങയിലയിട്ട് മുട്ടത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി നമുക്ക് ഞാനൊരു 5 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നീട് കുറച്ച് മുരിങ്ങയില പറിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചു. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ഒരു ശകലം ഉപ്പ് എടുക്കാവുള്ളൂ. കാരണം മുരിങ്ങയിലയൊക്കെ വളരെ ചെറുതായിട്ട് പോകുന്നതാണ്. ആ ഇരിക്കുന്ന മുഴുപ്പിനനുസരിച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ വളരെ ഉപ്പ് കൂടും. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പേ എടുക്കാവുള്ളൂ. പിന്നീട് കുറച്ച് പച്ചമുളക്, കുറച്ച് കുരുമുളക് പൊടി, നേരിയ രീതിയിലൊരു ശകലം മഞ്ഞൾപ്പൊടി വേണം. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം എണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് നന്നായിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടേ മറ്റ് എന്തെങ്കിലും ഇടാവുള്ളൂ കേട്ടോ. അപ്പോൾ പലരും കടുക് അങ്ങനെ അതിനകത്ത് പച്ചയായിട്ട് കിടക്കും. അങ്ങനെ കിടക്കരുത്. അപ്പം കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് സവോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. സവോളയും പച്ചമുളകും കൂടി ഒരു പകുതി മൂപ്പാകുമ്പം വേണം നമുക്ക് മുട്ടയിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം സവോളയും പച്ചമുളകും ഇട്ട് കൊടുത്തു. പിന്നെ അതിനകത്തേക്ക് തന്നെ നമുക്കൊരു നേരിയ രീതിയിലുള്ള ശകലം ഉപ്പ് ഇടാവുള്ളൂ കേട്ടോ. ഒത്തിരി ഉപ്പ് കൂടിപ്പോകരുത്. അങ്ങനെ ഒരു ശകലം ഉപ്പ്, ശകലം മഞ്ഞൾപ്പൊടി ഇത് നമുക്കിട്ട്, ശകലം മഞ്ഞൾപ്പൊടി മതി, ഒത്തിരി ആയിപ്പോകരുത്. പിന്നെ കാരണം നമ്മൾ ഓർക്കും ഇത്രയും മുരിങ്ങയില ഉണ്ടല്ലോ, അപ്പോൾ ഉപ്പ് കൂടുതൽ വേണമെന്ന് ഓർക്കും. പക്ഷേ മുരിങ്ങയില വളരെ ചെറുതായി ചൊങ്ങിപ്പോകുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ശകലം ഇടാവുള്ളൂ. ഇനി നമുക്ക് അതിനകത്തേക്ക് മുരിങ്ങയില പിന്നെ മുട്ട ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ട അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഉടച്ച മുട്ട അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ച് ഒരു പകുതി പാകമാകുമ്പോൾ, മുഴുവനും പാകമാകരുത്, അങ്ങനെ ഒരു പകുതി വെന്ത് കഴിയുമ്പം അതുവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ അപ്പം ഞാൻ ആദ്യം ഒഴിച്ച എണ്ണ നമ്മുടെ പാത്രത്തിൽ മുട്ട ഇങ്ങനെ പറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നേരിയ അല്പം എണ്ണ കൂടുതൽ ഒഴിച്ചത്. അല്ലെങ്കിൽ പാത്രത്തിൽ ഈ മുട്ട പറ്റിപ്പോകും. അപ്പോൾ ഇങ്ങനെ പകുതി മുട്ട വേഗമായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് എല്ലായിടത്തും അതൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് എല്ലായിടത്തും ആകണം. അങ്ങനെ ആയിക്കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മുരിങ്ങയില എടുത്ത് നമുക്ക് വളരെ ചെറുതായിട്ട് വേണം മുരിങ്ങയില അരിയാനേ. എന്നാലേ അത് വിട്ട് കിടക്കണം. കാരണം കഴുകി ഉണക്കണം, അത് നന്നായിട്ട് തോരണം. അങ്ങനെ തോർന്ന മുരിങ്ങയിലയായിരിക്കണം. കഴുകി ഉടനെ ഇട്ടാലും സ്വല്പം കട്ടിയായിട്ട് കിടക്കുന്നേ ഉള്ളൂ, വിട്ട് പോകത്തില്ല, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ ഇച്ചിരി തോർത്തിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ മുരിങ്ങയില ഇട്ടു. ഇനി നന്നായിട്ട് മുട്ടയും മുരിങ്ങയിലയും കൂടി ഒരുപോലെ വേകണം. ഉപ്പും കുരുമുളകും എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിച്ച് ഒരേ രുചി ഉണ്ടാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്വല്പം സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. മുട്ട നന്നായിട്ട് മുരിഞ്ഞ് വരണം. അപ്പോൾ ഈ കുരുമുളക് മീൻസ് നമ്മുടെ മുരിങ്ങയിലയുടെ പച്ച നിറം പോകരുത്, അത്രയും വരെ വേവിക്കാവുള്ളൂ കേട്ടോ. എന്നാലേ ആ മുരിങ്ങയിലയുടെ ഗുണം വരുള്ളൂ. അത് കണ്ടമാനം കറുപ്പിച്ച് കളയരുത്, അപ്പോൾ അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ആ പച്ച നിറം മാറാതെ തന്നെ അത് വേവിച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുട്ടത്തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും കൊടുക്കാനായിട്ട് നല്ല ഉചിതമായിട്ടൊരു നല്ലൊരു ഫുഡാണ്. പിന്നെ അത് നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ ഇച്ചിരി മുളക് കുറച്ച് എടുത്തോണം. ആവശ്യത്തിനനുസരിച്ച് മുളക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, കുരുമുളകോ പച്ചമുളകോ ഒക്കെ. ഓക്കെ, ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ഫുഡാണ്, ഹെൽത്തിയാണ്. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇത് കണ്ട എല്ലാവർക്കും നന്ദി. ഓക്കെ.